അപ്പോൾ സൈഫുദ്ദീനും ജിൽസിക്കും മാർഗംകളിയുടെ ചരിത്രം അറിയില്ലെങ്കിൽ വേദി 3 പമ്പ നദിയിൽ നിന്ന് ഞാൻ അതിന്റെ ചരിത്രം പറഞ്ഞു തരാം. നമ്മുടെ കേരളത്തിന് വലിയ ചരിത്രമുണ്ട്. ക്രിസ്തുവിന്റെ ശിഷ്യനായ തോമസ് ലീഹ നേരിട്ട് എത്തി ഇവിടത്തെ 13 ബ്രാഹ്മണ കുടുംബങ്ങളെ മാമോദിസ മുക്കി ക്രിസ്ത്യാനികളാക്കി എന്നാണ് നമ്മൾ പറയുക. അവരാണ് നമ്മുടെ നാട്ടിലെ നസ്രാണികൾ എന്ന് പറയുന്നത്. അങ്ങനെ അന്ന് ബ്രാഹ്മണ കുലത്തിലുണ്ടായിരുന്ന കല പിന്നീട് അത് മധ്യ കേരളത്തിലെ നസ്രാണികളുടെ കലയായി മാറുന്നതാണ് മാർഗംകളിയുടെ ചരിത്രം. അത് ഇന്നത്തെ കലോത്സവ വേദികളെ അടക്കി ഭരിക്കുന്ന ഒരു കലാമേളയാണ്. നമുക്കൊപ്പം അങ്ങനെ മാർഗംകളിയിലെ കില്ലാടികളായ ചില ടീമുകളാണ് സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊല്ലത്തെ മാർഗം കളിക്കാരികളാണ് നമുക്കൊപ്പം ഉള്ളത്. നമ്മൾ തമാശക്ക് പറയും ഒരു മാർഗം ഇല്ലാത്തപ്പം കളിക്കുന്ന കളിയാണ് മാർഗം കളി. അത് അങ്ങനെയാണോ അനൽക്കെ? എന്നാ ഒരു പാട്ടൊന്ന് പാടി തുടങ്ങി കളിച്ചാലാ? അനൽഖയാണ് ഈ കൂട്ടത്തിലെ പാട്ടുകാരി. ഇതാണ് മറ്റു മാർഗം കളിക്കാരികൾ. അപ്പൊ തുടങ്ങാം. ഓക്കെ, വായോ അനൽക്കെ ഒന്ന് പാടി. നേരം തെയ്തൈ എങ്ങും വിളങ്ങുന്ന നായൻ മിശിഹ പ്രീതരുൾ ചെയ്വാൻ തുടങ്ങി. തെയ്തൈ നീ ഒരുവൻ താൻ എന്നൊരു ചിന്ത ഉള്ളിൽ നിനക്കഴൽ വേണ്ട. തെയ്തൈ മനുഷ്യരെല്ലാം ഹിന്ദുവിലെന്ന് പരിൽ നിനക്കഴൽ വേണ്ട. തെയ്തൈ മനുഷ്യരെല്ലാ ജാതികളും പിന്നെ മത്സ്യം ജന്തുക്കളല്ലോ. തെയ്തൈ നിന്നുടെ വാക്കും നിലവുകളും നോക്കും വശയറിഞ്ഞു ഇവിടെ നിന്ന് അനൽഖയുടെ കൂട്ടുകാരുടെ കൂടെ വന്നേക്കുന്ന ടീച്ചർമാരൊക്കെ മതി നിർത്ത് സമയം പോണെന്നാണ്. ക്ലസ്റ്റർ 1 മത്സരിക്കാൻ കയറേണ്ട പിള്ളേരാണ് നമുക്കൊപ്പം വന്ന് നിന്ന് മാർഗം അത്രയും കളിച്ചത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അടിപൊളി സൂപ്പർ സാധനം എടുത്തിട്ടുണ്ട്. എന്താ ഞങ്ങൾ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രാർത്ഥിക്കുക നല്ലോണം കളിക്കാൻ സൂപ്പർ ആയിരിക്കും.